സുഹൃത്തുക്കളെ, സുരേഷ് ഗോപിയുടെ മകൻ, രണ്ടാമത്തെ മകന് ഇന്ന് അത്യാവശ്യം കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. തെറ്റൊന്നും ചെയ്തിട്ടില്ല, മാപ്പ് പറയേണ്ടതില്ല എന്നാണ്. അന്ന രാജന് പിന്തുണയുമായി മാധവ് സുരേഷ് എന്നാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ്, ഇന്നലെ വന്ന വാർത്തയാണിത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതിന് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മാധവ് സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് നമ്മുടെ പൊങ്കാല സമർപ്പണം ഉണ്ടായത്. ആ ഒരു പൊങ്കാല സമർപ്പണത്തിന് ഒരുപാട് സ്ത്രീകൾ വന്നിരുന്നു. ഒരുപാട് ഈ ഫേമസ് ആയിട്ടുള്ള ആളുകൾ, ചില ആളുകളൊക്കെ ഫേമസ് ആവാൻ വേണ്ടി വസ്ത്രത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വന്നിരുന്നു. ആയിക്കോട്ടെ, അത്തരം ആളുകളെ നമുക്ക് അങ്ങനെയാണ് പറഞ്ഞുവിടാം. മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു വരുന്ന ആളുകളുണ്ട്. എന്തായാലും വസ്ത്രം ധരിക്കാതെയോ ഇതല്ല ഇവിടെ വിഷയം. ആ ഒരു സമയത്ത് ചില ക്യാമറകളും ഏന്തിയിട്ട് ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പം നമ്മുടെ ചുറ്റും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനായിട്ടത് പറയുന്നില്ല. ഞാൻ ചുമ്മാ എൻ്റെ ഇൻസ്റ്റഗ്രാമാണിത്, എൻ്റെ വേറൊരു ഇൻസ്റ്റഗ്രാമാണിത്. ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നോക്കൂ, പൊങ്കാല എന്ന് ടൈപ്പ് ചെയ്യുന്നു കേട്ടോ. പൊങ്കാല എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഇതിനു മുമ്പ് ഞാൻ ആ റെനീഷ്യ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ ID കിട്ടാൻ വേണ്ടിയിട്ട്. പൊങ്കാല എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ഇനിയിപ്പോൾ ആ പൊങ്കാല എന്ന് പറയുന്നത് ഞാനൊന്ന് തൊടുകയാണ്. നോക്കൂ, പൊങ്കാല എന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തോരം വൾഗർ വീഡിയോകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തുടക്കത്തിൽ തന്നെ 1.3 മില്യൺ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണിത്. 1.3 മില്യൺ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണിത്. അന്ന രാജന്റേതാണ്. ഈ ഒരു സ്ത്രീ നിൽക്കുന്നതും ആ പുക കൊണ്ട് നിൽക്കുന്നതും ചെരിയുന്നതും മറയുന്നതും ഇവരുടെ ക്ലീവേജ് കിട്ടണം, ഇവരുടെ നെയ്വല് കിട്ടണം എന്ന ലക്ഷ്യം മാത്രമായിട്ട് ചില ചാനലുകൾ ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ തൊട്ട് കഴിഞ്ഞാൽ അതും അങ്ങനെ തന്നെയാണ്. ഒരു ചാനല് ശ്രമിക്കുന്നത് എന്താ നമുക്കറിയാം. ഇവര് മാത്രമല്ല, ഇവിടെ പൊങ്കലിടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട്. എത്ര പ്രായമായ ആളുകൾ വന്നിട്ടുണ്ട്. ഇനി പ്രായമില്ലാത്ത ഇതല്ലാത്ത നമ്മുടെ സാധാരണക്കാരുള്ള ജനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും ഇവരെ ഫോക്കസിലില്ല. പൊങ്കാല അടുപ്പ് കാണില്ല, പൊങ്കാലയിൽ അരിയിട്ടത് കാണില്ല, പൊങ്കാലയുടെ തീ കാണില്ല, പൊങ്കാല ദേവിയെ കാണിക്കില്ല. ഇതൊന്നുമില്ല. ഇവർക്ക് ആകെ കിട്ടേണ്ടത് സ്ത്രീകളുടെ ഇതൊക്കെ മാത്രമാണ്. അവരുടെ ക്ലീവേജ് കിട്ടണം, അവരുടെ നെയ്വല് കിട്ടണം. ഇതിനപ്പുറത്തേക്ക് വേറൊരു ലക്ഷ്യം അവർക്കില്ല എന്നുള്ളതാണ്. അവസാനം ഈ ഒരു പെണ്ണ് കുടുങ്ങിയ പെണ്ണെന്ന് പറയുന്നത് അന്നാരാജന. എവിടെ അന്നാരാജൻ? ഇതാ കിടക്കുന്നത്. അവസാനം ഈ ഇരിക്കുന്ന അന്നാരാജൻ, ഈ ഒരു കഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അന്നാരാജൻ കുടുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗംഭീര പ്രതിഷേധം. ഇവരവരെ ശരീരം കാണിക്കാൻ വന്നിരിക്കുകയാണ്, ഇവരവരുടെ ക്ലീവേജ് കാണിക്കാൻ വന്നിരിക്കുകയാണ്, ഇവരുടെ മുലയുടെ ചില ഭാഗങ്ങൾ കാണിക്കാൻ വന്നിരിക്കുകയാണ്, ഇവരുടെ പൊക്കളുടെ ചില ഭാഗങ്ങൾ കാണിക്കാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവർക്കെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും ചില അവകാശങ്ങളില്ലേ, ഇവർക്കും ഇവരുടെ ബോഡിയുടെ കാര്യത്തിൽ ചില അവകാശങ്ങളില്ലേ. ഇതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട വേറൊരാൾ ഒരു ഗംഭീര കേസുമായിട്ടൊക്കെ വന്നായിരുന്നു. അന്നരാജന്റെ കേസ് അവിടെ കിടക്കട്ടെ. അവരിപ്പോ വന്നിട്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാനിത് മനഃപൂർവ്വമല്ല, ഞാൻ വളരെ ഭക്തിയോട് കൂടിയിട്ട് പൊങ്കാല സമർപ്പിക്കാൻ തന്നെ വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? ഈ പൊങ്കാലയുടെ എൻ്റെ നല്ല വീഡിയോസ് ഒന്നുമല്ല വൈറലായത്. ഇതൊന്നുമല്ലാത്ത വേറെ കുറെ ബാഡ് വീഡിയോസ്, അതിനെ പല രീതിയിലും എൻ്റെ എടുത്ത പല ബാഡ് വീഡിയോസുകളാണ് ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്നതെന്ന് ഇവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ നാട്ടില് ബ്ലാക്ക് വിഡോ എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്. ബ്ലാക്ക് വിഡോ ആരതി കൃഷ്ണ ഒരു ജിം ട്രെയിനറും മറ്റൊക്കെയാണ്. അവർ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അത് കട്ട് ചെയ്ത് പകുതിയാക്കി വേറെന്തോ ആക്കി. അതായത് ഈവൻ സെക്ഷലി ഒരു ലൈംഗിക ചുവയുള്ള പല ഡയലോഗുകളും ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു പ്രോഗ്രാമിന് പോയിട്ട് അവര് എൻ്റെ അടുത്ത് പറഞ്ഞു,
ഈ ജിമ്മ് ഞാൻ പറഞ്ഞു എനിക്ക് ജിമ്മ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വണ്ടി അയക്കാം, ഇടയ്ക്ക് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് ഇങ്ങനെ മാറി മാറി പല ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് എനിക്ക് മാറി മാറി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കട്ട് ചെയ്ത് അത് മാത്രമായിട്ട് ഇട്ടിട്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇത്രയും വർഷമായിട്ട് പരിചയമുള്ള ഒരൊറ്റ മനുഷ്യന് പോലും എൻ്റെ വായിൽ നിന്നോ എൻ്റെ പ്രവൃത്തിയിൽ നിന്നോ ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംഭാഷണമോ പ്രവൃത്തിയോ വന്നിട്ടുണ്ടാവുമെന്ന് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡ് തന്നെ വിട്ടുപോകാൻ റെഡിയാണ്. കണ്ടില്ലേ, ആരതി കൃഷ്ണൻ വളരെ വിഷമത്തോടുകൂടി പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രെൻഡിനെ കുറിച്ചിട്ടാണ്. ആളുകൾ പല പ്രോഗ്രാമിന് വരും. ആരതി കൃഷ്ണൻ ഒരു ജിം ട്രെയിനറും ജിമ്മൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അവർ പറയുന്ന വാക്കുകൾ മുഴുവൻ വളരെയധികം വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത് വളരെ വൾഗറാക്കിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ചോദ്യം ഇത്രയാണ്, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളെ കാണാം. ഇവരെ ബോഡി പല രൂപത്തിലും മറ്റും ആക്കിയിട്ടൊക്കെ അപമാനിക്കപ്പെട്ട രീതിയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് വീഡിയോസുകളും കാണാം. അതിൽ നമ്പർ 1 എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധമായ നീലക്കുയിലും പച്ചക്കുയിലൊക്കെ ആയിരിക്കും. എന്ത് നീലായാലും മഞ്ഞായാലും ചോപ്പായാലും എനിക്ക് മനസ്സിലാവാത്തത്, ഇങ്ങനെ അപമാനിക്കപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂടി ഇത്തരം വീഡിയോസുകൾ അവരെ അനുവാദമില്ലാതെ എടുക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത് ഇവർക്കെതിരെ കേസെടുത്തോട്ടെ. ഒരു വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന്. എൻ്റെ ശരീരത്തിന്റെ എത്രത്തോളം ഭാഗം കാണിക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതൊരു വീഡിയോ എടുത്തിട്ട് വീണ്ടും ലക്ഷക്കണക്കിന് പേരെ കാണിക്കുക എന്ന് പറയുന്നത് അതൊരു സിനിമ എടുക്കുന്ന പരിപാടിയിലാണ്. ഒരു സിനിമ എടുക്കാനോ അതിൽ അഭിനയിക്കാനൊന്നല്ല ഈ സ്ത്രീകളവിടെ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇതൊന്നുമല്ലാതെ അവിടെ അബദ്ധവശാൽ വന്നിട്ട് കുനിയാൻ പോകുന്ന ആളുകളടക്കം ഇവര് വെറുതെ വിടില്ല എന്നുള്ളതാണ്. അവരടക്കം എങ്ങനെയെങ്കിലും ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തും. അങ്ങനെ ശ്രമിച്ചപ്പോൾ അവസാനം ഏതൊരു പെൺകുട്ടിക്ക് അവരമ്മയടക്കം ഒരു തോർത്തുമുണ്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടൊക്കെ അവസ്ഥയൊക്കെ വന്നു. ഇതിനൊപ്പം തന്നെ നമുക്ക് ചിപ്പിയെ കാണാം. കണ്ടില്ലേ, ചിപ്പിയാണ് ഈ വന്നിരിക്കുന്നത്. ചിപ്പിയുടെ ഒരു ഭാഗത്ത് പോലും അവരുടെ മുഖങ്ങളോ മറ്റൊന്നും നമുക്ക് കിട്ടില്ല എന്നറിയാം. ഈ സോഷ്യൽ മീഡിയ ഇത് തപ്പിയെടുക്കുന്ന ആളുകൾ, ക്ലീവേജ് തപ്പിയെടുക്കുന്ന ആളുകൾക്ക് ചിപ്പിയുടെ മറ്റു രൂപങ്ങളൊന്നും കിട്ടില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് ചിപ്പി അധികം ഫോക്കസ് ചെയ്യുന്നതല്ല. എവിടെയാണ് ക്ലീവേജ് കിട്ടുന്നത് അവർ തപ്പിയടക്കുന്നു. അത്തരം ആളുകളെ ഫോക്കസ് ചെയ്യാൻ ശ്രമം ഇവർ നടത്തി അതിന്റെ പിന്നാലെ പോയി എന്നുള്ളതാണ്. ഞാനൊരു വീഡിയോ കൂടി ഞാൻ ചുമ്മാ നോക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് അമ്മ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മോളെ ഈ തോർത്തുകൊണ്ടായിട്ടൊന്നും മറച്ചോ, അല്ലെങ്കിൽ ഇവന്മാര് പലതും ഒപ്പിയെടുത്തു കൊണ്ടുപോകും എന്നുള്ളതാണ്. എൻ്റെ ഒരു ഹമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ അപമാനിക്കപ്പെട്ട സ്ത്രീകൾക്കെല്ലാം ഒന്നും ഒരുങ്ങിക്കൂടെ? നോക്കിയേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനം ചിപ്പിയുടെ ഇങ്ങനത്തെ ഒരു മുഖം, ഇതുകൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു മുഖമാണ് ഇപ്പോൾ ആളുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലും പല ഭാവത്തിലും ഇമോഷനിലും ഉണ്ട് എന്ന് പറയപ്പെടുന്ന മുഖങ്ങൾ പോസ്റ്റ് ചെയ്യുക. അത് കണ്ടിട്ട് രതി സംതൃപ്തി അടയുന്ന കുറേ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്ത്രീകൾക്കെല്ലാം ഒരുമിച്ച് കൂടി ഇത്തരം ചാനലുകൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതാണ് ചോദ്യം. സുഹൃത്തുക്കളെ, ബൈ.